ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ വീണ്ടും പെന്തക്കുസ്താ വീണ്ടും പെന്തക്കുസ്ത. പ്രൈസ് ദ ലോർഡ്. ഒരു പുതിയ പെന്തക്കുസ്ത തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സഭ ആരംഭം കുറിച്ചത് പെന്തക്കുസ്ത തിരുനാളിലാണ്. അതുകൊണ്ട് സഭയുടെ തിരുനാളാണ് പെന്തക്കുസ്ത. ഈ പെന്തക്കുസ്ത തിരുനാളിലാണ് സാധാരണക്കാരായ അപ്പോസ്തലന്മാർ അസാധാരണക്കാരായി രൂപാന്തരം പ്രാപിച്ചത്. അവരുടെ ജീവിതത്തിൻ്റെ ഗതിയെ പെന്തക്കുസ്ത അനുഭവം മാറ്റിമറിച്ചു. അവരിലൂടെ ലോകത്തിൻ്റെ ചരിത്രഗതിയെയും പെന്തക്കുസ്ത മാറ്റിമറിച്ചു. എങ്കിൽ ഒരു പുതിയ പെന്തക്കുസ്തയുടെ അനുഭവത്തിലേക്ക് ഞാനും സഭ മുഴുവനും കടന്നു വരുമ്പോൾ ലോകത്തിൻ്റെ ഇന്നത്തെ ഗതിയെ മാറ്റിമറിക്കാൻ മാത്രം ശക്തി നമ്മളിലേക്ക് പകരപ്പെടും. സാധാരണക്കാരായി നമ്മളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള സ്വർഗത്തിൻ്റെ ശക്തി സ്വന്തമാക്കുവാൻ ഓരോ പെന്തക്കുസ്ത തിരുനാളും നമുക്ക് സഹായകരമായ നാളുകളായിട്ട് മാറും. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന പെന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഏറെ പ്രതീക്ഷയോടെ ഏറെ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, പെന്തക്കുസ്തായിലൂടെ സ്വർഗത്തിൻ്റെ ശക്തി ഭൂമിയിലേക്ക് വർഷിക്കപ്പെട്ടപ്പോൾ ഭൂമുഖം മുഴുവനും പുതുതാക്കപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ട് സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവെ അങ്ങയുടെ അരൂപിയെ അയക്കുക, ഭൂമുഖം മുഴുവനും നവീകരിക്കപ്പെടട്ടെ എന്ന്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 44-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് നദികളും ഞാൻ ഒരുക്കും. നിങ്ങളുടെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിങ്ങളുടെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും ഞാൻ വർഷിക്കും. ഇതാണ് പെന്തക്കുസ്ത അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതത്തിലും സംജാതമായി തീരുക. ഉണങ്ങി വരണ്ട നമ്മുടെ ജീവിതത്തിലേക്ക് കൃപയുടെ നദികൾ ഒഴുകുന്ന ഒരനുഭവം. ഉണങ്ങി വരണ്ട സമൂഹങ്ങളിലേക്ക് കൃപയുടെ ആത്മാവ് വർഷിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ മാസങ്ങളൊക്കെ കഠിനമായ വേനൽ ചൂടിൻ്റെ അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. വേനൽക്കാലത്ത് എന്താണ് സംഭവിക്കുക? ചൂട് കൂടുമ്പോൾ പുല്ലുകളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു പോകും. കിണറുകളിലെയും നദികളിലെയും വെള്ളം പറ്റും. ചൂട് കൂടുമ്പോൾ വ്യക്തികളിൽ നിന്ന് നമുക്ക് മനുഷ്യർക്ക് ദാഹം വർദ്ധിക്കും. അതുപോലെ തന്നെ വേനൽക്കാലത്ത് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ധാരാളമായിട്ടുണ്ടാകും. അന്തരീക്ഷം പൊടിപടലങ്ങൾ കൊണ്ട് മൂടപ്പെടുന്ന ഒരനുഭവം ഉണ്ടാകും. എന്നാൽ വേനൽ മഴ വന്നു കഴിയുമ്പോൾ അന്തരീക്ഷത്തിൽ വലിയ മാറ്റം ഉണ്ടാകുകയാണ്. മഴ പെയ്ത് കഴിയുമ്പോൾ അന്തരീക്ഷത്തിലെ ചൂട് പോകുന്നു, തണുക്കുന്നു. മഴ പെയ്ത് കഴിയുമ്പോൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പൊടിപടലങ്ങളെല്ലാം കെട്ടടങ്ങുന്നു, ആകാശമെല്ലാം വളരെ ക്ലീനായിട്ട് മാറുന്നു. മഴ പെയ്ത് കഴിയുമ്പോൾ അതുവരെയും തളർന്നു നിന്നിരുന്ന ചെടികളെല്ലാം വീണ്ടും ഉണർന്ന് വീണ്ടും പുഷ്പിക്കാനും അതുപോലെ പുതിയ തളിരുകളിടാനും തുടങ്ങുന്നു.
മഴ പെയ്തു തുടങ്ങുമ്പോൾ ഉണങ്ങി വരേണ്ട നദികളും പുഴകളും അരുവികളും അതുപോലെ കിണറുകളുമെല്ലാം വീണ്ടും വെള്ളം കൊണ്ട് നിറയുന്നു. മഴ ഭൂമിയെ, ജീവിതത്തെ പുതുതാക്കി മാറ്റുകയാണ്. ഇതിന് സമാനമായ ഒരു അനുഭവമാണ് പെന്തക്കോസ്ത അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ മഴ നമ്മുടെ ജീവിതത്തിലേക്ക്, സഭാസമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, സഭയുടെ അന്തരീക്ഷത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ പൊടിപടലങ്ങൾ കൊണ്ട് മേഘാവൃതമായിട്ടിരിക്കുകയാണ്. എന്നാൽ പെന്തക്കോസ്തായുടെ ആത്മാവിൻ്റെ മഴ പെയ്തു കഴിയുമ്പോൾ ഈ പൊടിപടലങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും കെട്ടടങ്ങും, സഭയുടെ അന്തരീക്ഷം ക്ലീനായിട്ട് മാറും. നമുക്കറിയാം, ഈ നാളുകളിൽ മനുഷ്യരിൽ ഒരു വലിയൊരു ദാഹം, ഒരു പരക്കം പാച്ചിൽ. എവിടെയാണ് രക്ഷ, എവിടെയാണ് സ്വസ്ഥത? കാരണം മനുഷ്യർക്ക് സ്വസ്ഥതയില്ലാത്തതുകൊണ്ട് സ്വസ്ഥതയ്ക്ക് വേണ്ടി പരക്കം പായുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചത്. എന്നാൽ മഴ പെയ്തു കഴിയുമ്പോൾ, മനുഷ്യരുടെ ചൂട് കുറയുമ്പോൾ, അസ്വസ്ഥത കുറഞ്ഞ് സ്വസ്ഥത വരുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ മഴ നമ്മുടെ മേൽ പെയ്തു കഴിയുമ്പോൾ ആന്തരികമായ ഒരു സ്വസ്ഥതയിലേക്ക് സമൂഹം മുഴുവനും കടന്നു വരും. മനുഷ്യരുടെ ഹൃദയത്തിൽ സ്വസ്ഥത ഉണ്ടാകുമ്പോൾ അവരുടെ പരക്കം പാച്ചിലുകൾക്ക് അവസാനമുണ്ടാകും. അവരുടെ ആത്മീയ ദാഹങ്ങൾ ശമിപ്പിക്കപ്പെടും. അവർ ഉള്ളിൽ സംതൃപ്തിയുള്ളവരായിട്ട് മാറും. സ്വസ്ഥതയുള്ളവരായിട്ട് വ്യക്തികൾ മാറുമ്പോൾ കുടുംബങ്ങളിലും സമൂഹത്തിലും അതിൻ്റേതായ പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ മഴ നമ്മുടെ സമൂഹത്തിൻ്റെ മേൽ പെയ്തിറങ്ങുമ്പോൾ തളർന്നു പോയിരിക്കും. വാടി നിൽക്കുന്ന ചെടികളും മരങ്ങളും എല്ലാം ഉണർന്ന് വീണ്ടും പുഷ്പിക്കുന്നത് പോലെ നമ്മുടെ സമൂഹത്തിലെ തളർന്നുപോയ പ്രസ്ഥാനങ്ങൾ, ശുശ്രൂഷകൾ, സ്ഥാപനങ്ങൾ, പ്രവർത്തന മേഖലകൾ, ഇവയുടെ എല്ലാ മേഖലകളിൽ പുതിയൊരു ഉണർവുണ്ടാകും, ഉത്തേജനമുണ്ടാകും, വളർച്ചയുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ മഴ പെയ്തു കഴിയുമ്പോൾ ഉണങ്ങി വരേണ്ട കിണറുകളിൽ വെള്ളം നിറയുന്നത് പോലെ, നദികളിൽ വെള്ളം നിറയുന്നത് പോലെ വരണ്ടുപോയ, ശുഷ്കിച്ചുപോയ ആത്മീയ ശുശ്രൂഷാ കേന്ദ്രങ്ങളിലെല്ലാം കൃപയുടെ ജലം കൂടുതലായിട്ട് വന്ന് നിറയുകയും നമുക്ക് അത് സ്വീകരിക്കുവാൻ തക്ക വിധത്തിൽ അവ പ്രയോജനമുള്ളവയായിട്ട് മാറുകയും ചെയ്യുന്നു. എങ്ങനെ ഒരു മഴ ഭൂമിയെ കുളിർപ്പിക്കുന്നുവോ, എങ്ങനെ ഒരു മഴ ഭൂമിയിലെ ജീവജാലങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുവോ, അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ മഴ, പരിശുദ്ധാത്മാവിൻ്റെ മഴ, പെന്തക്കോസ്ത അനുഭവം നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും സഭ മുഴുവനിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ട് തീരും. അതുകൊണ്ട് സഭ ഇന്ന് അഭിമുഖീകരിക്കുന്ന, സമൂഹം അഭിമുഖീകരിക്കുന്ന, ദൈവവിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന അസ്വസ്ഥതകൾക്കെല്ലാം പരിഹാരമെന്നുള്ളത് ഒരു പുതിയ പെന്തക്കോസ്തായാണ്. ഒരു പുതിയ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി അതിതീഷ്ണമായിട്ട് ദാഹിച്ച് ഒരുങ്ങേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, അത് യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാർക്ക് നൽകിയ വചനമാണ്. ആ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും നിങ്ങൾ എനിക്ക് സാക്ഷികളായിത്തീരും. നമുക്കൊരുപാട് അറിവുകളുണ്ട്, ഒരുപാട് കഴിവുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇവയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാത്തത് ഈ ദൈവശക്തിയുടെ കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സഭ മുന്നോട്ട് പോകണമെങ്കിൽ, ആത്മീയ ശുശ്രൂഷകൾ മുന്നോട്ട് പോകണമെങ്കിൽ, വിശ്വാസ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ സ്വർഗത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സ്വർഗത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ അത്ഭുതകരമായ മാറ്റം നമുക്കറിയാം. അതുവരെയും അവരുടെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. ഭയം അവരെ കീഴടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വന്നപ്പോൾ അവർ അവരുടെ ഉള്ളിലുള്ള ഭയത്തെ കീഴടക്കി. അതുവരെയും അവർ സാഹചര്യങ്ങളെയും മറ്റു മനുഷ്യരെയും ഭയപ്പെട്ട് ഒതുങ്ങിക്കൂടുന്നവരായിരുന്നു. എന്നാൽ സ്വർഗത്തിൻ്റെ ശക്തി കൊണ്ടവർ നിറഞ്ഞപ്പോൾ അവർ അന്ന് വരെയും ഭയപ്പെട്ടിരുന്ന സാഹചര്യങ്ങളിലേക്കും വ്യക്തികളിലേക്ക് അവർ ധൈര്യത്തോടെ ഇറങ്ങിച്ചെന്നു. അവർ ആ സാഹചര്യങ്ങളെ കീഴടക്കി. അവർ ആ സാഹചര്യം, പ്രതികൂലമായിരുന്ന സാഹചര്യങ്ങളെ അതിൻ്റെ മുകളിൽ ജീവിച്ചുകൊണ്ട് അതിനെ കീഴടക്കി. ഇതുതന്നെയാണ് സ്വർഗത്തിൻ്റെ ശക്തി കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട്, പെന്തക്കോസ്ത അനുഭവം കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും സംഭവിക്കുന്നത്. ഇന്ന് നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകാം, നമ്മളെ നിസ്സഹായരാക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷേ അതിൻ്റെ മുകളിൽ ജീവിക്കുവാനുള്ള ശക്തി പെന്തക്കോസ്തായുടെ അനുഭവം എനിക്കും നിങ്ങൾക്കും നൽകും.
അത് വ്യക്തികളെന്ന നിലയിലോ സഭാസമൂഹം എന്ന നിലയിലാകട്ടെ, നമ്മളെ വരിഞ്ഞു മുറക്കുന്ന സകല പ്രതികൂല സാഹചര്യങ്ങളുടെയും മുകളിലേക്ക് കയറുവാനും ദൈവത്തിൻ്റെ വിജയം ആഘോഷിക്കുവാനുമുള്ള സ്വർഗം നമുക്ക് നൽകുന്ന ശക്തി, പെന്തക്കോസ്തായുടെ ശക്തി, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എനിക്ക് സാക്ഷികളാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ സാക്ഷികളാകുന്ന എവിടെയാണ്? ജെറുസലേമിൽ മാത്രമല്ല, യൂദയ മുഴുവനിലുമല്ല, സമരിയായിൽ ലോകത്തിൻ്റെ അറുതികളോളം നിങ്ങൾ എനിക്ക് സാക്ഷികളായി മാറുമെന്ന് ഈശോ പറഞ്ഞു. അത് ഈ കാലഘട്ടത്തിൽ തിന്മ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, എല്ലാ മേഖലകളിലും തിന്മ കടന്നു വന്ന് ആധിപത്യം പുലർത്തുകയാണ്. അധികാര കേന്ദ്രങ്ങളിലൂടെ, ബിസിനസ് തന്ത്രങ്ങളിലൂടെ, വിദ്യാഭ്യാസ മേഖലകളിലൂടെ, കായിക മേഖലകളിലൂടെ എല്ലാം തിന്മയുടെ സന്ദേശങ്ങൾ, തിന്മയുടേതായ ഒരു സംസ്കാരം ലോകത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നേരിടാൻ കഴിയാതെ നമ്മൾ പലപ്പോഴും നിസ്സഹായരായി പോകുന്നു. എന്തു ചെയ്യണമെന്നറിയില്ല. കാരണം എല്ലായിടത്തുനിന്നും തിന്മ നന്മയെ ഞെരുക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഈ നിസ്സഹായതയിലും നമുക്കൊരു സഹായമുണ്ട്. നമ്മുടെ നിസ്സഹായതയിലുള്ള ദൈവത്തിൻ്റെ സഹായമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ, ഒരു പുതിയ പെന്തക്കോസ്തായുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ, എത്ര ശക്തമാണ് തിന്മയെങ്കിലും തിന്മയുടെ കോട്ടകളെ തകിടം മറിക്കുവാനും തിന്മയുടെ ശക്തികളെ നിർവീര്യമാക്കാനും തിന്മയുടെ വ്യാപനത്തെ ചെറുത്തു തോൽപ്പിക്കുവാനും ദൈവമക്കൾക്ക് സ്വർഗം ശക്തി നൽകും. എന്നാൽ ഒരു പുതിയ പെന്തക്കോസ്തായുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. സഭയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുക. സഭ എല്ലാ കാലഘട്ടങ്ങളിലും പ്രതികൂലങ്ങളുടെ നടുവിലൂടെയാണ് മുന്നോട്ട് പോയത്. സഭ വളർന്നത് മാനുഷികമായ ശക്തികളുടെ പിൻബലം കൊണ്ടല്ല. ഉദാഹരണത്തിന് അയർലൻഡിൻ്റെ ചരിത്രം എടുത്തു നോക്കുക. ഡ്രൂയിഡിയൻ ചിന്താഗതികൾ കൊണ്ട് നിറഞ്ഞ, അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നിറഞ്ഞ, അനാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ജനതയായിരുന്നു അയർലൻഡിൽ ജീവിച്ചിരുന്നത്. ആ ജനതയെ വിശുദ്ധ പാട്രിക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി പൂർണ്ണമായിട്ടും രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിൻ്റെതാക്കി മാറ്റി. എന്താണ് ഈ വിജയത്തിൻ്റെ രഹസ്യം? വിശുദ്ധ പാട്രിക്കിന് ആൾബലമുണ്ടായിരുന്നില്ല. വിശുദ്ധ പാട്രിക്കിനെ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. വിശുദ്ധ പാട്രിക്കിന് അധികാരികളുടെ പിൻബലമുണ്ടായിരുന്നില്ല. വിശുദ്ധ പാട്രിക്കിന് ഒന്നും ഉണ്ടായിരുന്നില്ല മാനുഷികമായി ചിന്തിച്ചാൽ. എന്നാൽ അവന് ഒരു കാര്യമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ, പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ ശക്തിയിലൂടെ ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തെ പോലും മാറ്റിമറിക്കുവാൻ ഒരൊറ്റ വ്യക്തിക്ക് സാധിച്ചുവെങ്കിൽ പെന്തക്കോസ്തായുടെ അനുഭവം കൊണ്ട് വീണ്ടും ഞാനും നിങ്ങളെന്നറിയുമ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചുകൂടാ? പ്രിയപ്പെട്ടവരെ, ജർമ്മനിയുടെ ചരിത്രം എടുത്ത് നോക്കുക. ജർമ്മൻ ജനതയെക്കുറിച്ച് പറഞ്ഞ കിരാതന്മാരുടെ നാടെന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അത്രമാത്രം സംസ്കാര ചിത്രമല്ലാത്ത ഒരു വ്യക്തികളായിരുന്നവർ. അങ്ങനെ കിരാതന്മാരുടെ ആ ദേശത്തെ ഇന്നത്തെ സംസ്കാര സമ്പന്നരായ ഒരു ജനങ്ങളുടെ രാജ്യമാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ ഏറ്റവും അധികം പ്രവർത്തിച്ചത് വിശുദ്ധ ബോണിഫസാണ്. വിശുദ്ധ ബോണിഫസ് അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ ചുരുക്കം അനുയായികളുമായിട്ടാണ് കടന്നു ചെന്നത്. തിന്മ നിറഞ്ഞ ഒരു സംസ്കാരത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ജർമ്മൻ ജനതയെ രൂപാന്തരപ്പെടുത്തുവാൻ, യൂറോപ്പിൻ്റെ യൂണിഫിക്കേഷന് വേണ്ടി ഈ ഒരു വ്യക്തിക്ക് സാധിച്ചതിൻ്റെ പിന്നിലുള്ള ശക്തി എന്താണെന്ന് ചിന്തിക്കണം. അധികാരത്തിൻ്റെ പിൻബലമായിരുന്നില്ല, പണമായിരുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിരുന്നു. സഭയ്ക്ക് ഇന്ന് ആവശ്യം പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ശക്തിയുടെ അഭിഷേകമാണ്. മറ്റ് യാതൊരു സംവിധാനം കൊണ്ടും തിന്മ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. പോളണ്ടിനെ സുവിശേഷീവൽക്കരിച്ച വിശുദ്ധ ഹിയാസിന്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുക. അപരിചിതമായ ഒരു ജനതയുടെ അടുത്തേക്ക് ഒന്നുമില്ലാതെ അദ്ദേഹം കടന്നു ചെല്ലുകയാണ്. ഉത്തര ധ്രുവ പ്രദേശത്തുള്ള നിരവധി രാജ്യങ്ങളിൽ സുവിശേഷം അറിയിച്ചത് വിശുദ്ധ ഹിയാസിന്താണ്. ആ ജനതകളിലേക്ക് കടന്നു ചെന്ന് ആ ജനതകളുടെ ഹൃദയത്തെ കീഴടക്കി, ആ ജനതയുടെ സംസ്കാരത്തെ വിശദീകരിച്ചു, ആ രാജ്യങ്ങളുടെ ചരിത്രത്തെ മാറ്റിമറിച്ചു. ഒരു മനുഷ്യന് തന്നെ എങ്ങനെ ഇത് സാധിക്കും? സ്വർഗത്തിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞതുകൊണ്ടാണ്, സുവിശേഷത്തിൻ്റെ ശക്തി കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, സഭ നിസ്സഹായല്ല, ദൈവജന നിസ്സഹായരല്ല, ദൈവവിശ്വാസികൾ നിസ്സഹായരല്ല. നമുക്ക് ലോകത്തെ കീഴ്മേൽ മറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉന്നതമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമുക്ക് വീണ്ടും സ്വീകരിക്കാൻ വേണ്ടി സഭയൊരുക്കുന്ന തിരുനാളാണ് പെന്തക്കോസ്താ തിരുനാൾ. ഈ ഒരു ദാഹത്തോടെ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് നമ്മൾ ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. ഒരു പെന്തക്കോസ്തായുടെ അനുഭവം സഭയിൽ കടന്നു വരുമ്പോൾ എന്തായിരിക്കും മാറ്റങ്ങളുണ്ടാകുക? ഏറ്റവും പ്രധാനമായിട്ടും സഭയിലുണ്ടാകുന്ന മാറ്റം നമ്മുടെ ഫോക്കസ് ക്രിസ്തുവിലേക്ക് മാറുന്നു എന്നുള്ളതാണ്.
ഒരു വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും ഒരു പെന്തക്കുസ്ത അനുഭവം സ്വന്തമായി കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശ്രദ്ധാകേന്ദ്രം യേശുവായിട്ട് മാറും. ഒരുപക്ഷെ ഇതുവരെയുള്ള നമ്മുടെ ശ്രദ്ധാകേന്ദ്രം ഒരുപക്ഷെ നമ്മുടെ ചില സ്ഥാപനങ്ങളായിരിക്കാം, നമ്മുടെ തന്നെ ജീവിത വിജയമായിരിക്കാം നമ്മളുടെ ശ്രദ്ധാകേന്ദ്രമായിട്ടിരിക്കുന്നത്. നമ്മുടെ അറിവിലും കഴിവിലും അതുപോലെ മറ്റു പലതിലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ മുൻഗണന കൊടുക്കുന്നത് മറ്റു പലതിനുമാണ്. ഈ മുൻഗണനകളെല്ലാം മാറി മറിയുകയാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തുവായി മാറും. അവൻ്റെ ശ്രദ്ധയുടെ കേന്ദ്രം ക്രിസ്തുവായി മാറും. അവൻ്റെ ജീവിതത്തെ നയിക്കുന്നത് ക്രിസ്തുവായിട്ട് മാറും. അത് സ്വാഭാവികമായിട്ട് വരുന്ന മാറ്റമാണ്, കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഉള്ളിൽ ദൈവം വന്ന് നിറയുന്ന വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിൻ്റെ ആത്മാവ് കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ളൊരു മാറ്റം സഭയിൽ സംഭവിക്കുമ്പോൾ മറ്റെല്ലാ മേഖലകളിലും മാറ്റങ്ങൾ സംഭവിക്കും. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യങ്ങളിൽ ഒന്നെന്താണ്? ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സത്യാത്മാവ് കടന്നു വരുമ്പോൾ അവൻ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ആരാണ് അവൻ? പരിശുദ്ധാത്മാവ്. ആരെയാണ് മഹത്വപ്പെടുത്തുന്നത്? യേശുവിനെ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഈ ലോകത്തിൽ യേശുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തിയിലേക്കും സമൂഹത്തിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയുടെയോ സമൂഹത്തിൻ്റെയോ ലക്ഷ്യമെന്താണ്? യേശുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ യേശുവിനെ മഹത്വപ്പെടുത്താനുള്ളൊരു ദാഹം വ്യക്തികളിലും സമൂഹത്തിലും പ്രദാനം ചെയ്യുവാൻ കഴിവുള്ള അനുഭവമാണ് പെന്തക്കുസ്ത അനുഭവം. അങ്ങനെ യേശു നമ്മുടെ കേന്ദ്രമായി മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായും യേശുവിൻ്റെ വചനത്തോട് നമ്മൾ ആകർഷിക്കപ്പെടും. പെന്തക്കുസ്ത അനുഭവം ദൈവവചനത്തോടുള്ളൊരു ദാഹം, ആകർഷണം വ്യക്തികളിലുണ്ടാകും. ഒരിക്കലുമില്ലാത്തതുപോലെ വചനത്തിലേക്ക് ലോകം ആകർഷിക്കപ്പെടും പുതിയ ഒരു പെന്തക്കുസ്ത സംജാതമായാൽ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണ മുന്നേറ്റങ്ങൾ എപ്പോഴൊക്കെ സഭയിൽ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവവചനത്തോടുള്ള ഒരു ദാഹം വർദ്ധിച്ചു വരുന്നത് നമ്മളെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇതിൽ അവസാനിക്കേണ്ട ഒന്നല്ല. ദൈവവചനം പഠിക്കുകയും ദൈവവചന വായനയിലൂടെ, ധ്യാനത്തിലൂടെ വ്യക്തിപരമായി ആത്മീയമായ അഭിവൃദ്ധി നേടുകയും ചെയ്യുന്നതിൽ ഒതുങ്ങുന്ന ഒന്നല്ല പെന്തക്കുസ്തായുടെ അനുഭവം. വചനം പ്രഘോഷിക്കാനുള്ള ദാഹം ഉണ്ടാകും, വചനം പറയാനുള്ളൊരു ആവേശമുണ്ടാകും, സുവിശേഷം ഒരു ആവേശമായി മാറും. പെന്തക്കുസ്ത അപ്പോസ്തലന്മാരിൽ സുവിശേഷം ഒരു ആവേശമാക്കി മാറ്റി. സുവിശേഷം ഒരു അഗ്നിയായി അവരിൽ കത്തിപ്പടർന്നു. പെന്തക്കുസ്തായുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളറിയാതെ സുവിശേഷം പറയുവാനുള്ള ആവേശമുണ്ടാകും. സ്റ്റേജ് കെട്ടി മൈക്കിൻ്റെ മുമ്പിൽ സുവിശേഷം പറയുന്നത് മാത്രമല്ല, അത് നമ്മളുമായി ബന്ധപ്പെടുന്നവരിലേക്കെല്ലാം നമ്മളറിയാതെ സുവിശേഷം നമ്മൾ പറയും. നമ്മുടെ ഉള്ളിൽ നിന്ന് സുവിശേഷ വചനങ്ങൾ പുറത്തേക്ക് വരും. കാരണം എന്താണ്? ഉള്ളിൽ വസിക്കുന്നത്, ഉള്ളിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് സുവിശേഷത്തിൻ്റെ ആത്മാവാണ്, യേശുവിൻ്റെ ആത്മാവാണ്. അപ്പോൾ പെന്തക്കുസ്ത അനുഭവം നമ്മുടെ ഉള്ളിൽ സുവിശേഷത്തിനോടുള്ള താല്പര്യമുണ്ടാക്കുകയും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള വലിയ ഒരു ദാഹം വർദ്ധിപ്പിച്ച് എടുക്കുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടാകും. പെന്തക്കുസ്ത അനുഭവം ഒരു സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സമൂഹത്തിനുണ്ടാകുന്ന മറ്റൊരു പ്രത്യേകത അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 47-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. രക്ഷ പ്രാപിക്കുന്നവരെ അനുദിനം അവരുടെ ഗണത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. രക്ഷ പ്രാപിക്കുന്നവർ അനുദിനം കൂട്ടിച്ചേർക്കപ്പെടുകയാണ് സഭയിലേക്ക്. സഭ ഇങ്ങനെ നിരന്തരം വളരുകയാണ്. സഭ വളരുക എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടുന്നതോ പ്രസ്ഥാനങ്ങളുടെ എണ്ണം കൂടുന്നതോ അല്ല, അല്ലെങ്കിൽ വിശ്വാസികൾ പെറ്റുപിരിക്കുണ്ടാകുന്ന വളർച്ചയല്ല. മറിച്ച് സഭയുടെ യഥാർത്ഥമായ വളർച്ച എന്ന് പറയുന്നത് ആത്മാക്കൾ കൂട്ടിച്ചേർക്കപ്പെടുന്നിടത്താണ്. ആത്മാക്കൾ ഏതൊരു സമൂഹത്തെ പരിശുദ്ധാത്മാവ് നയിക്കുന്നുണ്ടോ ആ സമൂഹത്തിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുകയും കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ആദിമ സമൂഹങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അവ ചരിച്ചതുകൊണ്ട് നിരന്തരം ആളുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു മേഖലയാണിത്. നമ്മൾ ഓരോ ഇടവകയും എടുത്തു നോക്കുക, നമ്മുടെ രൂപതകളുടെ ചരിത്രം എടുത്തു നോക്കുക, ഓരോ സഭയും എടുത്തു നോക്കുക. കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്ര ആത്മാക്കൾ പുതുതായി നമ്മളോട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്.
എന്തുമാത്രം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ പോകുന്നത് എന്നതിൻ്റെ അടയാളമാണത്. ദൈവത്തിൻ്റെ ആത്മാവ് സജീവമായി പ്രവർത്തിക്കുന്ന സഭാ സമൂഹങ്ങളിലേക്ക് ആത്മാക്കൾ കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് പുതിയ ആത്മാക്കൾ സ്വാഭാവികമായിട്ടും കടന്നു വരും. അപ്പോൾ ആത്മാക്കൾ കൂട്ടിച്ചേർക്കപ്പെടുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെ കുറവ് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതിൻ്റെ അടയാളം ഇതാണ്. നമ്മൾ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് സഭയിൽ, പക്ഷേ ഫലം വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? അരൂപിയുടെ പ്രവർത്തനങ്ങൾ കുറയുകയും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൂടുകയും ചെയ്യുമ്പോൾ ഫലശൂന്യത ഉണ്ടാകുകയാണ്. ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സഭയിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിൻ്റെ റിസൾട്ട് എന്താണ്? ആത്മാക്കളുടെ രക്ഷയുമായി ബന്ധപ്പെടുത്തിയാണ് എല്ലാ റിസൾട്ടിനെയും നമ്മൾ വിലയിരുത്തേണ്ടത്. ഫലം തുച്ഛമാണെങ്കിൽ ദൈവാരൂപിയുടെ പ്രവർത്തനങ്ങൾ കുറവാണ് എന്നതിൻ്റെ അടയാളം. ദൈവം പ്രവർത്തിക്കുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ. ഷാലോമിൻ്റെ ആത്മീയ പിതാവായിരുന്ന മോൺസിഞ്ഞോർ CJ വർക്കി, അദ്ദേഹം 1985 കുളത്തുവയലിൽ NRC ധ്യാന കേന്ദ്രത്തിന് തുടക്കം കുറിക്കുന്നത്. അച്ഛൻ ധ്യാന കേന്ദ്രം തുടങ്ങാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ നവീകരണ രംഗത്തുള്ള നിരവധി ആളുകൾ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞു. കുളത്തുവയലിൻ്റെ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ യാത്രാ സൗകര്യങ്ങൾ ഒട്ടുമില്ലാത്തൊരു കുഗ്രാമമാണ്. ധ്യാന കേന്ദ്രത്തിനായാലും ശരി സൗകര്യങ്ങൾ വളരെ കുറവ്. ഇങ്ങനെ ആർക്കും ചെന്നെത്താൻ പറ്റാത്ത ഈ കുഗ്രാമത്തിൽ അസൗകര്യങ്ങൾ നിറഞ്ഞ ഈ ബിൽഡിങ്ങിൽ ധ്യാനകേന്ദ്രം രൂപപ്പെടുത്തിയാൽ ഇവിടെ ആരെങ്കിലും ധ്യാനിക്കാൻ വരുമോ എന്നാണ് എല്ലാവരും ചോദിച്ചത്. ഇവരുടെ ഈ ചോദ്യങ്ങളെല്ലാം കേട്ടപ്പോൾ എൻ്റെയും മനസ്സ് തകർന്നു പോയി. എനിക്കും ആശങ്കയായി. ശരിയാണല്ലോ ഇവർ പറയുന്നത്, കുളത്തുവയിലേക്ക് ആര് ധ്യാനിക്കാൻ വരികയാണ്? എൻ്റെ ആശങ്ക ഒരു ദിവസം ഞാൻ ബഹുമാനപ്പെട്ട വർക്കിച്ചോണ്ട് പറഞ്ഞു, അച്ഛാ, ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നു, കുളത്തുവയലിൽ യാതൊരു സൗകര്യം ഇല്ലാത്തടത്ത് ഒരു ധ്യാനകേന്ദ്രം എങ്ങനെ വിജയിക്കുക? അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ മറുപടിയാണിത്: സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്കല്ല ആളുകൾ വരുന്നത്, ദൈവം പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്കാണ്. പ്രൈസ് ദി ലോർഡ്. സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്കല്ല ആളുകൾ വരുന്നത്, ദൈവം പ്രവർത്തിക്കുന്ന ഇടത്തേക്കാണ്. NRCയുടെ ചരിത്രം അത് ശരിയാണെന്ന് പിൽക്കാലത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ദൈവം പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് ജനങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നിടത്തേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. പബ്ലിസിറ്റി കൊണ്ടോ ടെക്നിക്കുകൾ കൊണ്ടോ ആളുകളെ അധികം കാലം കൂട്ടിച്ചേർത്ത് നിർത്തുവാൻ നമുക്ക് പറ്റുകയില്ല. പബ്ലിസിറ്റി കൊണ്ട് ആളുകളെ ആകർഷിക്കാൻ പറ്റില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. അവിടേക്ക് ജനം ഓടിക്കൂടുമെന്നുള്ളത് തീർച്ചയാണ്. ഇത് നമ്മുടെ അനുഭവമാണ്. അപ്പോൾ പെന്തക്കുസ്ത കടന്നു വരുമ്പോൾ സഭ നിരന്തരം വളരും. സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷകളിൽ റിസൾട്ട് ഉണ്ടാകും, ഫലം ധാരാളമായിട്ടുണ്ടാകും. പെന്തക്കുസ്തായുടെ അനുഭവത്തിലേക്ക് സഭാസമൂഹം കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ആത്മീയമായ ആനന്ദം കൊണ്ട് ജനത്തെ നിറയ്ക്കുമെന്നുള്ളതാണ്. ആനന്ദമില്ലാത്ത ഒരു ആത്മീയതയിലേക്ക് ആരും ആകർഷിക്കപ്പെടുകയില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആത്മീയതയുടെ ഒരു ആനന്ദത്തിൻ്റെ ആഘോഷമാണ്. കാരണം പരിശുദ്ധാത്മാവ് ആനന്ദത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നാണ് സന്തോഷം. അപ്പോൾ ഈ ആത്മാവ് നിറയുന്ന സമൂഹങ്ങളിൽ സ്വാഭാവികമായും ആനന്ദമുണ്ടാകും. നമുക്കറിയാം, ലോകത്തിൽ ഇന്ന് മനുഷ്യർ സന്തോഷത്തിന് വേണ്ടിയാണ് പരക്കം. എവിടെ ഇച്ചിരി സന്തോഷം കിട്ടുക? സന്തോഷത്തിന് വേണ്ടിയാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്. സന്തോഷത്തിന് വേണ്ടിയാണ് മനുഷ്യൻ തെറ്റായ ഇടങ്ങളിലേക്ക് പോകുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായ ഒരു സന്തോഷം ദൈവത്തിൻ്റെ ആത്മാവിലൂടെ നമുക്കെല്ലാവർക്കും ലഭ്യമാണ്. ഈ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ആത്മീയ ജീവിതം ശുഷ്കമായും ദുർബലമായും തീരുന്നത്. ആത്മീയ ആനന്ദം അനുഭവിക്കുന്ന വ്യക്തികൾ വില കുറഞ്ഞ ലൗകിക ആനന്ദത്തിൻ്റെ പുറകെ പരക്കം പായുകയില്ല. എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും പാപത്താൽ വശീകരിക്കപ്പെടുന്നു? എന്തുകൊണ്ട് ലോകം നമ്മളെ കീഴടക്കുന്നു? ദൈവം പെന്തക്കുസ്തായിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആത്മാവിൻ്റെ ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അപ്പോസ്തലന്മാരിൽ പെന്തക്കുസ്തായുടെ അനുഭവം കടന്നു വന്നപ്പോൾ അവരിലും അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്തത്. അവർക്ക് ദുരിതങ്ങൾ കൂടി, എതിർപ്പുകളും പീഡനങ്ങളും ഉണ്ടായി. പക്ഷെ അതിൻ്റെ അർത്ഥം അവരുടെ ജീവിതം ശോകമുഖമായ ഒന്നായിരുന്നു എന്നതല്ല. മറിച്ച് ദുരിതങ്ങളുടെ നടുവിലും ആനന്ദിക്കാൻ അവർക്ക് സാധിച്ചത് അവരുടെ ഉള്ളിൽ വസിച്ചിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. ഉദാഹരണത്തിന്
അപ്പോസ്തല പ്രവർത്തികൾ 13-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കുക. അവിടെ അന്ത്യോക്യയിലെ സഭയിൽ പൗലോസ്ലീഹ സന്ദർശിക്കുകയും വചനം പ്രഘോഷിപ്പിക്കുകയും അവരുടെ ശിഷ്യന്മാരെല്ലാം ശക്തിപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങളാണ് വിവരിക്കുന്നത്. 13-ാം അധ്യായം 52-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞു. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞു. പരിശുദ്ധാത്മാവ് ആനന്ദം കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള സമൂഹങ്ങളിൽ ആനന്ദമുണ്ടാകും. അവിടെ ശോകമുഖമായ ജീവനില്ലാത്തൊരു സമൂഹമായിരിക്കില്ല. അവിടെ ദൈവത്തിൻ്റെ സന്തോഷം അവിടെ ആ സമൂഹത്തെ ചലനാത്മകമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തികൾ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തടവറയിൽ കിടക്കുന്ന പൗലോസും ശീലാസും പാതിരാത്രിയിൽ കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചുവെന്ന്. നമുക്കറിയാം, ദൈവത്തെ സ്തുതിക്കാൻ പറ്റിയ ഒരന്തരീക്ഷവുമല്ല ജയിൽ. അവിടെ വേണമെങ്കിൽ പൗലോസ്ലീഹായ്ക്കും ശീലാസിനും പെറുപെറുത്തും നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ടും ഒക്കെ ആ രാത്രിയിൽ ഉറക്കം വരാതെ കഴിയാം. എന്നാൽ അവർ അവിടെ ആശങ്കപ്പെട്ടും ഭയപ്പെട്ടും നിരാശപ്പെട്ടുമല്ല കഴിഞ്ഞത്. അവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതി കീർത്തനങ്ങൾ ആലപിച്ച് ആ രാത്രി ചിലവഴിച്ചു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ രഹസ്യം? അതായത് സ്തോത്രഗീതം പാടാനുള്ള അന്തരീക്ഷമില്ല, അവിടെ സ്തുതിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒന്നുമില്ല. എന്നിട്ടും അവർ സ്തുതിക്കുന്നത് അവരുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തി കൊണ്ടാണ്. അപ്പോൾ പ്രതികൂലങ്ങളുടെ നടുവിലും സ്തോത്രം ചെയ്യാൻ, സന്തോഷിക്കാൻ വിശ്വാസിയെ പ്രാപ്തിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഇന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. നിങ്ങൾ നിരന്തരമായി ദുഃഖത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ പെറുപെറുത്തും അസംതൃപ്തിയിലുമാണ് ജീവിക്കുന്നത്? നിങ്ങൾ ഭയപ്പെട്ടും ആശങ്കപ്പെട്ടുമാണ് ജീവിക്കുന്നത്? നിങ്ങൾ പറയും, എനിക്കങ്ങനെ ജീവിക്കാൻ ന്യായമുണ്ട്, എൻ്റെ സാഹചര്യങ്ങളിൽ എനിക്ക് സന്തോഷിക്കാൻ ഒന്നുമില്ല, എൻ്റെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല, അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെയല്ലാതെ എങ്ങനെ ജീവിക്കും? പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായ ഒരു തെറ്റാണ് ആ ചിന്ത. കാരണം നിങ്ങളിന്ന് ദുഃഖിതനായി, നിരാശനായി, അസംതൃപ്തനായി, പെറുപെറുത്തുക്കനായി ജീവിക്കുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, മറിച്ച് നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളെക്കാൾ വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ക്രൈസ്തവ വിശ്വാസികൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അവർ ആനന്ദിച്ചു, അവർ സ്തുതിച്ചു, അവർ സന്തോഷിച്ച് ജീവിച്ചുവെങ്കിൽ നിങ്ങൾക്കും അതിന് സാധിക്കും. അവരെ നയിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞാനും നിങ്ങളെ നിറയുന്നുവെങ്കിൽ. അതുകൊണ്ട് സാഹചര്യങ്ങളെ പരാതി പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടരുത്, മറിച്ച് ആത്മാവിൻ്റെ നിറവിൻ്റെ കുറവ് കൊണ്ടാണ് നമുക്ക് ആനന്ദിക്കാൻ പറ്റാത്തത്. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ കൊണ്ടല്ല. നിൻ്റെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ആ സമയം തന്നെ യേശു ആത്മാവിൽ ആനന്ദിച്ച് ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പിതാവായ കർത്താവെ, ഞാൻ നിന്നെ സ്തുതിക്കുന്നുവെന്ന്. ആത്മാവിൽ യേശു ആനന്ദിച്ചു. അങ്ങനെ ഒരു പ്രത്യേക ക്രിസ്തീയ ജീവിതത്തിലെ ഒരു സവിശേഷമായ ആത്മാവിൽ ആനന്ദിക്കുക. ആത്മാവിൽ ആനന്ദിക്കാൻ നമ്മൾ പഠിക്കണം. ആത്മാവിൽ ആനന്ദിക്കാൻ പഠിക്കുമ്പോൾ വ്യക്തിത്വത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും, ജീവിതത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ ആനന്ദത്തിലേക്കാണ് ഓരോ പെന്തക്കോസ്താനുഭവവും നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ, ഈ പെന്തക്കോസ്തായിലൂടെ എൻ്റെ ജീവിതത്തിൽ നവ്യമായ ഒരു അഭിഷേകം അവിടുന്ന് എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കണം. ഈ പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് സമൂഹം കടന്നു വരണമെങ്കിൽ നമുക്കറിയാം, പെന്തക്കോസ്ത അനുഭവം വരുമ്പോൾ ഉണർവിൻ്റെ അനുഭവമാണ് ഉണ്ടാകും. എന്താണ് യഥാർത്ഥത്തിൽ ഉണർവ് എന്ന് പറയുന്നത്? ഉണർവ് എന്ന് പറയുന്നത് വൈകാരികമായ ഒരു അനുഭവമല്ല, മറിച്ച് കഠിനമായ നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയിൽ ഉരുകുന്ന അനുഭവത്തിൽ നിന്നാണ് ഉണർവുണ്ടാകുന്നത്. ഒരു റീ അവേക്കനിങ് നമ്മുടെ സമൂഹത്തുണ്ടാകുന്നത്, ഉണർവുണ്ടാകുന്നത് അനുതാപത്തിലൂടെയാണ്. അനുതാപത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുക. കാരണം പരിശുദ്ധാത്മാവ് വഴി ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ സമൂഹത്തിൽ വെളിപ്പെടുമ്പോൾ പാപബോധം കൊണ്ടാണ് സമൂഹം നിറയുന്നത്. ഒരു വ്യക്തിയോ സമൂഹമോ എന്തുമാത്രം പാപബോധത്തിലേക്ക് വരുന്നു, അത്രയേറെ ആത്മാവ് അവിടെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാം. ഉദാഹരണത്തിന് ഗനേസരത്ത് തടാകത്തിൻ്റെ തീരത്ത് വെച്ച് പത്രോസിനുണ്ടായ അനുഭവം ചിന്തിച്ചു നോക്കുക. പത്രോസിൻ്റെ വഞ്ചി യേശു സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി കടം മേടിച്ചു. അതിനുശേഷം യേശു പറഞ്ഞു, വല ആഴത്തിലേക്ക് നീക്കി വലയെറിയുക.
അത്ഭുതകരമായ ഒരു മീൻപിടുത്തമാണ് അവിടെ നടന്നത്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത പത്രോസിന് അതേ സ്ഥലത്തു നിന്നിതാ യേശു വല പൊട്ടുമാറ് മത്സ്യത്തെ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ പത്രോസിന് യേശുവിലൂടെയുള്ള ആ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. ദൈവ സാന്നിധ്യം വെളിപ്പെട്ട പത്രോസിന് എന്താണ് ഉണ്ടായ അനുഭവം? പത്രോസ് ഉടൻ തന്നെ മുട്ടുകുത്തിക്കൊണ്ട് പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. അവന് ദൈവ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ പാപബോധമുണ്ടായി. പെന്തക്കുസ്ത അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൈവ സാന്നിധ്യമാണ് ലോകത്തിൽ വെളിപ്പെടുന്നത്. ദൈവ സാന്നിധ്യം സമൂഹത്തിൽ വെളിപ്പെടുമ്പോൾ പാപബോധമുണ്ടാകും, സമൂഹത്തിൽ മാറ്റമുണ്ടാകും. നമുക്ക് മാനുഷികമായി മാറ്റാൻ കഴിയാത്ത ഒരുപാട് തിന്മകളിൽ നിന്ന് വ്യക്തികളും സമൂഹവും രക്ഷ പ്രാപിക്കും പെന്തക്കുസ്തായുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഈ പെന്തക്കുസ്ത എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാരണമാകണമേ. എൻ്റെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ. എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയണമേ. അപ്പോസ്തലന്മാർക്കുണ്ടായ ഒരു അനുഭവം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.